2014 തെരഞ്ഞെടുപ്പ് റാലികളിൽ ഒന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഈ രാജ്യത്തെ പാവപ്പെട്ടവനെ കൊള്ളയടിച്ച് സ്വിസ് ബാങ്കിലും മറ്റും നിക്ഷേപം നടത്തിയിട്ടുള്ള ആയിരക്കണക്കിന് പേരുണ്ട്. അവരുടെ പണം തിരികെ ലഭിക്കുകയാണ്, അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും 15 ലക്ഷം രൂപ വെച്ചുള്ള അത്രയും വലിയൊരു ഭീമമായ സംഖ്യയാണുള്ളതെന്ന് പറഞ്ഞു. പക്ഷേ ആ പറഞ്ഞ വാക്കുകളെ വളച്ചൊടിച്ച് ഓരോരുത്തർക്കും 15 ലക്ഷം രൂപ കൊടുക്കുമെന്ന് ഇപ്പോഴും തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇന്നും ഈ രാജ്യത്തുണ്ട്. അവർക്കുള്ള ഒരു നല്ല മറുപടിയായിരുന്നു കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ടിവിയിൽ അർണാബ് ഗോസ്വാമിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, തങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത് പാവപ്പെട്ടവരെ കൊള്ളയടിച്ചവരുടെ അഴിമതി പണം പിടിച്ചെടുത്തിട്ടുണ്ട്, അത് അവർക്ക് വിതരണം ചെയ്യുന്നതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അതിൻ്റെ നിയമോപദേശങ്ങളും മറ്റും തേടി മുമ്പോട്ട് പോകുന്നു. അതിൽ ചിലത് ഞാൻ ഇവിടെ പറയാം. ബീഹാറിലെ ഭൂമി കുംഭകോണത്തിലൂടെ തട്ടിയെടുത്ത ആയിരക്കണക്കിന് പേരുടെ ഭൂമി തിരിച്ചു നൽകാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. ഒപ്പം തന്നെ പശ്ചിമ ബംഗാളിലെ ജോലി തട്ടിപ്പിലൂടെ പണം നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് പേർക്ക് ആ പണം തിരികെ നൽകാനുള്ള സംവിധാനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ കേരളത്തിലെ കോപ്പറേറ്റീവ് ബാങ്കുകൾ വഴി ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. അവരുടെ പണവും തിരികെ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് അതിന് നിയമോപദേശം തേടിയിരിക്കുന്നു. അത് അവസാന ഘട്ടത്തിലാണ്. അതായത് ഈ രാജ്യത്ത് ED പിടിച്ചെടുത്തിരിക്കുന്ന ആ കള്ളപ്പണം, ഇല്ലെങ്കിൽ ഈ അഴിമതിയിലൂടെ നേടിയ ആ പണങ്ങളെല്ലാം തന്നെ അർഹരായവർക്ക് വീതിച്ചു നൽകുമെന്ന് പ്രധാനമന്ത്രി പറയുന്നു. അതിനുള്ള അവസാന നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഇവിടെയാണ് 2014 പ്രധാനമന്ത്രി റാലിയിൽ സംസാരിച്ച അതേ കാര്യങ്ങൾ പ്രസക്തമാണ്. അദ്ദേഹം അന്ന് പറഞ്ഞത് പാവപ്പെട്ടവന്റെ പണം കൊള്ളയടിച്ച് സൂക്ഷിച്ചിരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് പണം താൻ പിടിച്ചെടുക്കുമെന്നും പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുമെന്നും പറഞ്ഞ ആ വാഗ്ദാനം കൂടി നിറവേറ്റപ്പെടുകയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. കാരണം അനവധി അഴിമതിയുടെ കേസുകളും മറ്റും കിടക്കുന്നുണ്ട്. അവരുടെ പണം പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട കേസുകൾ കിടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അർഹരായവർ ദരിദ്രരിലേക്ക് എത്തും എന്നുകൂടി പ്രധാനമന്ത്രി ഉറപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.